ആയിരക്കണക്കിന് എംപ്ലോയീസ് കൊച്ചിയിൽ ജോലി നഷ്ടപ്പെട്ടു ഈ ഒരു 1-2 ആഴ്ചക്കിടയിൽ. ഇനിയിപ്പോൾ ഈ ട്രെൻഡ് തുടരും. കുറേ കമ്പനീസ് ഇതിനെ ഇപ്പോൾ ഒരു ഓപ്പണിംഗ് കിട്ടിയവർക്ക് അവർ ആ ട്രാൻസിഷൻ എടുക്കാൻ അവർ വേണ്ടത് തന്നെ ചെയ്യും. ഞാൻ ഈ ഒരു വീഡിയോ ഒരുപാട് കാലമായിട്ട് ഒരു തുറന്നു പറച്ചിൽ പറയണം എന്ന് വിചാരിച്ച കാര്യം ഇങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോകുന്നു. പക്ഷേ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്താക്കണ്ട, വെറുതെ ആൾക്കാരൊരു ആപ്രിഹെൻഷനിലാക്കണ്ട നമ്മുടെ അടുത്തുള്ളവരെന്ന് വിചാരിച്ച് പറഞ്ഞില്ല. 10,000-കണക്കിന് ആളുകൾക്ക് ഇനിയും നമ്മുടെ നാട്ടിൽ തന്നെ ജോലി നഷ്ടപ്പെടും. നമുക്കൊരു ശീലമുണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ മതി ജോലി ചെയ്ത് കൊടുക്കുക. ആ ഒരു ശീലത്തെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അതായത് ഒരു 4-5 വർഷം മുന്നേ ഞാൻ കിടന്നുറങ്ങുമ്പോൾ വരെ ഒരു സോളോപ്രനറായി എൻ്റെ അക്കൗണ്ടിൽ $1,000-കണക്കിന് വരുമായിരുന്നു. ഇന്ന് $5,000-6,000 വാങ്ങുന്ന സ്ഥലത്ത് ഞാൻ വാങ്ങുന്നത് $200 to $600 ആണ്. എന്നിട്ട് പോലും കൺവേർഷൻ റേറ്റ് ഏതാണ്ട് ഒരു 8% or 12% ഉള്ളിടത്ത് ഇന്നുള്ളത് 0.1%, 0.4%-ലാണ്. നമ്മൾ ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചാലും ഏതൊക്കെ ഒരു എന്താ പറയുക ഡിപ്ലോമസ് എടുത്താലും ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. ചില ക്ലയൻസ് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് തരും. എന്നിട്ട് അവർ AI എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അവർ നിൽക്കും. അപ്പം നമ്മൾ AI കൊടുക്കും, ഓർഗാനിക് ആവില്ല. അങ്ങനെ ക്ലയൻസ് കുറയും, റെപ്യൂട്ടേഷൻ കുറയും ഒക്കെ ചെയ്യും. അപ്പം ഇതിനൊരു സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, ബി സ്മാർട്ടർ ദാൻ AI. എത്ര നിങ്ങൾ ഏത് കോഴ്സുകൾ എടുത്താലും എന്തൊക്കെ ചെയ്താലും AIക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാം. AIക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നറിയോ? എല്ലാം പറ്റും. ഒരു ലാപ്ടോപ്പ് തുറന്ന് എന്തൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു കണക്ക് പുസ്തകം തുറന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒരു ക്ലാസ് റൂമിലോ ഒരു MBA ഒരു കോളേജിലോ എന്ത് മേഖലയിൽ നിങ്ങൾ വിചാരിക്കുന്ന മേഖലകളിലേക്കാളും കൂടുതലും ഇൻഫാക്ട് അഗ്രികൾച്ചറിൽ വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ഔട്ട്സ്മാർട്ട് ചെയ്യുന്ന AIക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പതുക്കെ അതിനെ മാറുക. അത് കണ്ടെത്തലായിരിക്കും നിങ്ങൾക്ക് ആകെ ഒരു സൊല്യൂഷൻ. അതാണ് സത്യം.